നമസ്കാരം. വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. SSLC പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു, +2 പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ധാരാളം കുട്ടികൾ ഉപരിപഠനത്തിന് വേണ്ടി ഏത് തിരഞ്ഞെടുക്കണം എന്ന് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരു കൺഫ്യൂഷനാണ്. ന്യൂമറോളജി അനുസരിച്ച് ഞാൻ പറയട്ടെ, ഫെബ്രുവരി 14 മുതൽ ഏപ്രിൽ 14 വരെ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരെ സയൻസ്, മാത്സ് വിഷയമുള്ള സബ്ജക്റ്റിലേക്ക് കടത്തിവിടുക. ഫെബ്രുവരി 14 മുതൽ ഏപ്രിൽ 14 വരെ ഈ തീയതികളിൽ ജനിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും, ഇവർ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഏതുണ്ടായിരിക്കണം? സയൻസോ മാത്സോ ഉണ്ടായിരിക്കണം. മാർച്ചിലാണ് ജനിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ബയോമാത്സ് തന്നെ പഠിക്കാൻ പറയണം. ബയോമാത്സ് തന്നെ കാരണം അവർ അറിയപ്പെടുന്ന എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റൊക്കെ ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ ഈ ഡേറ്റിൽ എല്ലാവരും ജയിക്കണമെന്നുള്ളതല്ല, ഭൂരിഭാഗവും ഈ മേഖലകളിൽ ഷൈൻ ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടാണ് എടുത്തു പറയുവാൻ കാരണം. അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് എവിടെ പോവും? ബാക്കിയുള്ള മാസങ്ങളിൽ ജനിച്ചവരൊക്കെ എവിടെ പോവും? അതെല്ലാം ഞാൻ എൻ്റെ വാസ്തുസ്കോർ.com ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോന്നായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് പലരും ചോദിച്ചത് കൊണ്ടാണ്, ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രത്യേകം ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം. അതുകൊണ്ട് ബയോമാത്സ് വിട്ടുകളയരുതേ, പ്രത്യേകിച്ച് ഫെബ്രുവരി മുതൽ ഏപ്രിൽ 14 വരെ ജനിച്ച കുട്ടികൾ.